ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരും എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. എയർ സുവിധയിൽ പ്രവേശിക്കുന്നതിനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ട്. ഫോം ഫിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പൊതുവായ സംശയങ്ങളും അവയ്ക്കുള്ള മറുപടികളും ഈ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഈ സൈറ്റിൽ പ്രവേശിച്ചാൽ അല്പം താഴെയായി നിങ്ങളുടെ യാത്രാ വിവരങ്ങൾ പൂരിപ്പിക്കാനുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കാണോ യാത്ര ചെയ്യുന്നത് അതോ കുടുംബമായിട്ടാണോ എന്നത് ആദ്യം തന്നെ ടിക്ക് ചെയ്യണം. ഒറ്റയ്ക്കാണെങ്കിൽ ഇൻഡിവിജ്വൽ ആണ് ടിക്ക് ചെയ്യേണ്ടത്. ഫാമിലി ആണെങ്കിൽ ഓരോരുത്തരുടെയും വിവരങ്ങൾ നൽകണം. ഇങ്ങനെ 4 കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ഒരാൾക്ക് നൽകാനാകും. എന്നാൽ ഓരോരുത്തർക്കും വെവ്വേറെ ഫോം വേണം. താഴെ പാസ്പോർട്ട് പ്രകാരമുള്ള നിങ്ങളുടെ പേര് എഴുതുക. നിങ്ങളുടെ ലിംഗം, പ്രായം, ഏത് രാജ്യക്കാരനാണ് എന്നിവ നൽകുക. ശേഷം പാസ്പോർട്ട് നമ്പർ നൽകുക. ഇനി നിങ്ങൾ നേരിട്ട് ഇന്ത്യയിലേക്ക് ആണോ അതോ ഇടയ്ക്ക് വേറെ രാജ്യത്ത് ഇറങ്ങിയാണോ ഇന്ത്യയിലേക്ക് പോകുന്നത് എന്ന് കാണിക്കാനുണ്ട്. ഇടയ്ക്ക് ഇറങ്ങുന്നുവെങ്കിൽ ആ രാജ്യത്തിൻ്റെ വിവരങ്ങൾ നൽകണം. ആദ്യം ഫ്ലൈറ്റ് കയറുന്നത് ഏത് രാജ്യമെന്നും ആ തീയതിയും നൽകുക. കയറുന്ന വിമാനത്താവളത്തിൻ്റെ പേര് കൂടി ടൈപ്പ് ചെയ്ത് നൽകുക. ഇനി കഴിഞ്ഞ 21 ദിവസങ്ങൾക്കുള്ളിൽ എബോള ബാധിച്ച രാജ്യങ്ങൾ സന്ദർശിച്ചാണോ നിങ്ങൾ വരുന്നത് എന്ന് കാണിക്കണം. കോങ്കോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ എന്നിവയാണ് ആ രാജ്യങ്ങൾ. ഇവ ടച്ച് ചെയ്യാതെയാണ് വരുന്നതെങ്കിൽ നൺ എന്നത് സെലക്ട് ചെയ്യുക. ഇനി ഇന്ത്യയിൽ ആദ്യം ഇറങ്ങുന്ന എയർപോർട്ട് ഏതാണെന്ന് കാണിക്കണം. എയർപോർട്ടിൻ്റെ പേര്, ഫ്ലൈറ്റിൻ്റെ പേര്, ഫ്ലൈറ്റ് നമ്പർ, എത്തിച്ചേരുന്ന തീയതി, സമയം എന്നിവ നൽകുക. ഇനി നാട്ടിൽ എത്തിയ ശേഷം നിങ്ങൾ മറ്റൊരു യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ കൂടി നൽകുക. ഇല്ലെങ്കിൽ നൺ എന്നത് നൽകുക. ഇനി നിങ്ങൾ ഇന്ത്യയിൽ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ നൽകുക. 1 or 2 സ്ഥലങ്ങൾ മതിയാകും. ഇനി നിങ്ങളുടെ ഇമെയിലും ഇന്ത്യൻ ഫോൺ നമ്പറും നൽകി OTP നൽകി അതും നൽകുക. അഡീഷണൽ കോൺടാക്റ്റ് എന്നിടത്ത് വാട്സാപ്പ് നൽകിയാൽ മതിയാകും. ഇനി ഒരു ഓൾട്ടർനേറ്റ് നമ്പർ കൂടി നൽകുക. അടുത്തതായി നിങ്ങളുടെ മേൽവിലാസം നൽകുക. ശേഷം റിവ്യൂ എന്നതിൽ അമർത്തുക. നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തി കൺഫർമേഷൻ ആയി 2 സ്ഥലങ്ങളിലായി ടിക്ക് മാർക്ക് ചെയ്ത് സബ്മിറ്റ് അമർത്തുക. സ്ക്രീനിൽ വരുന്നതിൽ OK അടിക്കുമ്പോൾ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കും. ഡൗൺലോഡ് PDF എന്നതിൽ അമർത്തി ഡൗൺലോഡ് ചെയ്ത് ഇത് ഫോണിൽ സൂക്ഷിക്കുക. ഇതിൻ്റെ ഒരു പ്രിൻ്റ് കൂടി കൈവശം കരുതുക. ഇത് നാട്ടിലെ എയർപോർട്ടിലെ ഇമിഗ്രേഷനിൽ കാണിക്കാനുള്ളതാണ്.